ഉത്സവത്തിന് ഞാൻ കണ്ടതാ. കൊടാണ്ട, ആദ്യം ഇതൊന്നല്ല. ചെണ്ട കുറിച്ചോ? ചെണ്ടയല്ല, കൊണ്ട. ഇതൊന്നും ആരും കണ്ടിട്ടില്ലടാ. ഹലോ, എന്താ? നമ്മളിവിടുത്തെ സ്റ്റാഫാണ്. പ്യൂണല്ലേ? കണ്ടാലങ്ങനെ തോന്നില്ലല്ലോ. മാഷാണെന്ന് തോന്നുന്നില്ല. എന്താണ് നോക്കണേ? നമ്മള് ഇതിനു മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ബോംബെയിൽ വെച്ചായിരിക്കും. അല്ല, ഡൽഹിയിൽ വെച്ചായിരിക്കും. അല്ലല്ല, അവിടെ എങ്ങും വെച്ചാകാൻ ഒരു വഴിയില്ല. ഇവൻ ഈ ടാവട്ടം വിട്ട് പുറത്ത് പോയിട്ട് വേണ്ടേ? ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല. അങ്ങോട്ടും ഒന്നും പറഞ്ഞില്ല. ചുമ്മാ പോസ് കാണിക്കാതെ ഇതൊക്കെ കെട്ടിപ്പറക്കി സ്റ്റോറി കൊണ്ടുവച്ച് പൂട്ടി എച്ചമ്മിന് ചായ വാങ്ങിച്ചോണ്ട് കുറേ. ചെല്ല്. ചുമ്മാ പോസ് കാണിക്കാന്നല്ലാതെ ഇവനെ കൊണ്ട് ഒറ്റ പ്രയോജനം. എക്സ്ക്യൂസ് മീ, മാർഗതടസ്സം ഉണ്ടാക്കിയാൽ തട്ട് കിട്ടും ആരായാലും. ഈ പഴയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് പുതിയതാണെന്ന് പറയുക, എന്നിട്ട് അതിന് ഇരട്ടി വില ഈടാക്കുക. എനിക്ക് ലേശം ടെൻഷൻ കിട്ടാ. വെറുതെ എനിക്കൂടെ ടെൻഷൻ ഉണ്ടാക്കല്ലേ. എടോ, ഇതൊക്കെ പുതിയതാണെന്നോ സെക്കൻഡ് ഹാൻഡ് ആണെന്നോ മനസ്സിലാക്കാനുള്ള ബോധമൊന്നും ആ ഗവൺമെന്റ് ടീച്ചർക്ക് ഇല്ല. ഇല്ലല്ലേ? എന്നാലും ഓരോ പീസിന്റെ പേരിലും 100 രൂപ വെച്ച് കമ്മീഷൻ അടിച്ചിരുന്നില്ല മാഷേ? ഒരു പ്രയോജനം ഇല്ലാതെ ഇതിന്റെയൊക്കെ പുറകെ നടക്കാൻ എനിക്ക് എന്താ വട്ട? നമുക്ക് എന്തെങ്കിലും ഞാൻ ഒക്കണ്ടേ? 350, 100, 450. അപ്പോഴേ ആലൈനി കുത്തല്ലേ, ഷോക്ക് അടിക്കും. അതല്ല, വന്ന ദിവസം മുതൽ അവരെന്നെ വല്ലാത്തൊരു നോട്ടം, പോലീസുകാരെ നോക്കുന്ന പോലെ. ഇനി വല്ല സംശയം തോന്നിക്കണോ? വെറുതെ മനുഷ്യൻ ആവി പിടിപ്പിച്ച് കൊല്ലുള്ളൂ. താനോ ധൈര്യമായിട്ടിരി. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ, ഇന്നീ കണ്ടതടിക്ക്. ഗോമതി വിളിച്ചത് കേട്ടില്ലാന്ന് തോന്നണു. എന്താ ഗോമതി ഒരു നെയ്യുടെ മണം? കുറച്ച് ചീര കടു വറക്കുക. കൊള്ളാം. അതെ, ഇതെന്തായി കാട്ടണേ? എന്തേ? എനിക്ക് നെയ്യ് കഴിക്കാൻ പാടില്ലെന്ന് ഗോമതി തന്നെയല്ലേ പറയാറ്? അയ്യോ, ഇത് മാഷക്കല്ല, സേതുനാ. സേതുന് എല്ലാം അങ്ങ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. തെരുവിൽ നിന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നീ ബാൻഡ് മാഷാക്കി. സന്തോഷം. കിടക്കാൻ കട്ടിലും ഉടുക്കാൻ ഉടുപ്പും തന്നു. അന്നു വേണ്ട ആഹാരം കൂടി തന്ന് എന്നെ അനുഗ്രഹിക്കണേ കർത്താവേ. സേതു, സേതു. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. പിന്നെ പട്ടിണി കിടക്കേ? അല്ല, പുറത്തുനിന്ന് എവിടെന്നെങ്കിലും. ഹോട്ടലിൽ നിന്നോ? അതിന്റെ നാണക്കേട് എനിക്കാ. ഒരു സ്റ്റൗ വാങ്ങിച്ച് ഇവിടെ തന്നെ എല്ലാം പാചകം ചെയ്താലും. അടുപ്പ് കൂട്ടുന്നതൊക്കെ ഭാര്യ വന്നിട്ട് മതി. അതുവരെ ഒരാൾക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ തരാനേ വല്യമംഗലത്തുകാർക്ക് കഴിയും. ദാ പിടിച്ചോളൂ. ആരാത്? ആരോ അവിടെ. ടോർച്ചെടുക്കണ്ട, ഞാൻ നോക്കാം. വേണ്ട, സേതു കയറിപ്പോയിക്കോളൂ. വല്ല കള്ളന്മാരുമായിരിക്കും. ടീച്ചർ വീട്ടിലേക്ക് പോയിക്കോളൂ. ടീച്ചർ പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മാഷേ, ഞാനും സേതും കൂടി സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഔട്ട് ഹൗസിന്റെ ജനലിന്റെ അടുത്ത് ആരോ പതുങ്ങണ പോലെ തോന്നി. ആരാണെന്ന് ചോദിച്ചപ്പോ ഒറ്റ ഓട്ടാ. വല്ല കള്ളന്മാരുമായിരിക്കും. ഈയിടെയായി ഈ പ്രദേശങ്ങളിലൊക്കെ കള്ളന്മാരുടെ ശല്യം കൂടിയിട്ടുണ്ടെന്ന് പത്രത്തിലുണ്ടായിരുന്നു. മാഷെന്താ കഥയ്ക്കണേ? ഇപ്പൊ നെയ്മണം കിട്ടിയാൽ അപ്പൊ തുടങ്ങും കഥപ്പ. ഉപയോഗിക്കാഞ്ഞിട്ടാണേ. ഞാൻ പോയി ഇത്തിരി ചൂട് കാപ്പിട്ടുണ്ടേ.
നമ്മുടെ ബാൻഡ് സംഘത്തിന്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തുടങ്ങാം. തുടങ്ങിക്കോളൂ. തുടങ്ങിക്കോ തുടങ്ങിക്കോ തുടങ്ങിക്കോ. തുടങ്ങ. ഇതെന്താ കാണച്ചെന്നാണോ? Excuse me. ആകെ ചളവാക്കിയല്ലോ. പതുക്കെ പറ. ആ പുഷ്കരനും അച്ഛനോ കേട്ടോണ്ട് വന്ന ആകെ കുഴയും. എനിക്കറിയാവുന്ന ഊതി കേൾപ്പിച്ചാൽ മതി എന്നല്ലേ മാഷാന്ന് പറഞ്ഞത്. അതെ, തനിക്ക് ഡപ്പാങ്കൂത്തല്ലാതെ വേറെ ഒരു പുല്ല് പറഞ്ഞൂടെ? ആ വേറൊരെണ്ണം അറിയട്ടാ. ആ, സമയമാം രഥത്തിൽ ഞാൻ അതറിയാല്ലേ? ആ. എന്നാ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ചോ. എന്റെ ശവെടുപ്പിന് ഊതാട്ടാ. എടോ കോപ്പേ, തനിക്ക് ഈ മാർച്ച് പാസ്റ്റിന്റെ മ്യൂസിക് ഒന്നും അറിഞ്ഞൂടെ? ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എനിക്ക് ക്ലാസ് നിനക്ക് അറിയില്ലെന്ന്. പറ്റില്ലെങ്കിൽ പറഞ്ഞേ, ഉള്ള സത്യം മുഴുവൻ കോമഡി ടീച്ചറോട് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പൊക്കോളാം. അതെ അതെ അതെ, ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം. മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, 10,000 രൂപ കൊമ്പും കൊള്ളും ഒക്കെ മേടിച്ചു വെച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് പോകുന്ന. ഞാൻ മേടിക്കാൻ പറഞ്ഞോ? തനിക്ക് ഗുണമുള്ളതുകൊണ്ട് താൻ മേടിച്ചു. താനെന്നാ? അതെ, താൻ എന്ത് പൊള്ളിയ? അല്ല, എന്നെ പറഞ്ഞാ മതി. വേലിക്ക കിടന്ന പാമ്പിനെ പിടിച്ചു. പതുക്കെ. ബഗേഴ്സ്, സ്വന്തം തന്തയും തള്ളയും തിരിച്ചറിയാൻ പാടില്ലാത്ത ജന്തുക്കൾ. മൈൻഡ് യുവർ വേർഡ്സ്. യു ആർ റൈറ്റ്. ഞാൻ തെണ്ടിയ തന്തയില്ലാത്തവനാ. അതെന്റെ കുറ്റം കൊണ്ടാ. സോറി. ഞാൻ പറഞ്ഞു, ഞാൻ വലിയ മാസ്റ്റർ ഒന്നുമല്ല. ക്ലാസ് എടുക്കാനും അറിഞ്ഞൂടാ. ചെറുപ്പത്തിലെ ചെന്നുപെട്ട സ്ഥലത്തുനിന്ന് കുറച്ചങ്ങനെ പഠിച്ചു. പിന്നെ വയറ്റിപ്പഴുപ്പിന് വേണ്ടി തെണ്ടി കിടന്നപ്പോ അതൊന്ന് പ്രാക്ടീസ് ചെയ്തു. എന്റെ ജീനിന്റെ പ്രത്യേകത കൊണ്ടാവാം, ഏത് മ്യൂസിക് ഒറ്റ പ്രാവശ്യം കേട്ടാ ഞാൻ വായിക്കും. മധുടി, താൻ എന്റെ ഫ്ലാഷ് ബാക്ക് ഒന്നും പറയാൻ എനിക്കിപ്പോ സമയമില്ല. കഴിയുമെങ്കിൽ നിങ്ങൾ എനിക്ക് 1-2 ബാൻഡ് മ്യൂസിക്കിന്റെ കാസ്റ്റ് സംഘടിപ്പിച്ച ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്.